നമസ്കാരം. ഇന്ന് നമ്മൾ മയിൽപ്പീലി കൊണ്ടുള്ളൊരു ബ്ലൗസ് ഡിസൈനാണ് ചെയ്യുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവിലാണ് നമ്മൾ ഈ മയിൽപ്പീലി യൂസ് ചെയ്യുന്നത്. ഇത് ഒറിജിനൽ മയിൽപ്പീലി തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സ്ലീവിൽ യൂസ് ചെയ്യുന്നത് സെൻറ്ററിലായിട്ട്. അതിന് ചുറ്റുമായിട്ട് ഡിസൈൻ കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ താഴേക്കുള്ള ഈ ഒരു ലെയേഴ്സൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. സെൻറ്ററിലെ ആ ലൈറ്റ് ഗ്രീൻ വരുന്നില്ലേ റൗണ്ടിൽ, അത്രയും ഭാഗം മാത്രം നമുക്ക് സ്ലീവിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതുവരെയുള്ള ലെയേഴ്സ് എല്ലാം ഞാൻ ഇതേപോലെ മാറ്റിയെടുക്കുകയാണ്. സെൻറ്ററിലെ ഇത്രയും ഭാഗമാണ് നമുക്ക് ഡിസൈനിന് വേണ്ടിയിട്ട് വേണ്ടുന്നത്. ഇനി മുകൾ വശത്തെ ആ ഒരു ലെയേഴ്സും കൂടി നമുക്ക് കട്ട് ചെയ്ത് കളയണം. കാരണം സെൻറ്റർ പാർട്ട് മാത്രം നമുക്ക് ഡിസൈനിന് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് മുകൾ വശം കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയാം. സിസറിനേക്കാൾ ഈ കട്ടർ യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ ഫിനിഷിങ്ങിൽ കട്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ഈ താഴേക്കുള്ള തണ്ടും കൂടി നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത്രയും ഭാഗമാണ് നമുക്ക് ഡിസൈനിന് ആവശ്യമായിട്ടുള്ളത്. ഇനി ഈ മയിൽപ്പീലി നമുക്ക് എവിടെയാണോ ഡിസൈൻ ചെയ്യേണ്ടത് അവിടെയൊക്കെ ഗം അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ സ്ലീവിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്ററിലായിട്ട് ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫാബ്രിക് ഗ്ലൂ അല്ലെങ്കിൽ B7 അപ്ലൈ ചെയ്താലും മതി. അതിനുശേഷം ഈ മയിൽപ്പീലി അവിടെ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇനി ഗം അപ്ലൈ ചെയ്യുമ്പം നമ്മൾ ആ മയിൽപ്പീലി വരുന്ന അത്രയും ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാനേ. ഇതേപോലെ റൗണ്ടിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിന് മുകളിലായിട്ട് മയിൽപ്പീലി ഒട്ടിച്ചു കൊടുത്താൽ മതി. മയിൽപ്പീലി ഉണങ്ങിയതിന് ശേഷമാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. ഇപ്പോൾ മയിൽപ്പീലി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ചുറ്റുമായിട്ട് ഡിസൈൻ ചെയ്യാം. മയിൽപ്പീലിയുടെ ചുറ്റും ഞാൻ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു റൗണ്ട് ഷേപ്പില്ലേ, ആ ഗ്രീൻ കളറിൻ്റെ ഔട്ട്സൈഡിലായിട്ട് വരുന്ന രീതിയിൽ ഞാൻ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണേ. അടിയിൽ നമ്മൾ തേച്ച ഗമ്മ് ഫുള്ളായിട്ട് ആ മയിൽപ്പീലി കവർ ചെയ്ത് വന്നില്ലെങ്കിൽ ഈ അറ്റമൊക്കെ ചിലപ്പം ഇങ്ങനെ ഉണങ്ങാതെ മുകളിലേക്കായിരിക്കും ഇരിക്കുന്നത്, അതിൻ്റെ അടിയിൽ ഗം അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഗം തേച്ച് കൊടുക്കുമ്പോൾ അതിങ്ങനെ ഓരോ ലെയറിലായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കണം. അതിന് ശേഷമാണ് നമുക്ക് അടുത്ത ഡിസൈൻ ചെയ്യേണ്ടത്. ഈ ഗം അപ്ലൈ ചെയ്ത സ്ഥലത്ത് സ്റ്റോൺ ചെയിനാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. സ്റ്റോൺ ചെയിൻ ഡയറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ മയിൽപ്പീലിയുടെ ഓരോ ലെയറായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആവും. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒട്ടിച്ചു കൊടുക്കുന്നതും ഈസി ആയിട്ട് പെട്ടെന്ന് ആ ഒരു ഗം അപ്ലൈ ചെയ്ത സ്ഥലത്തൂടെ വെച്ച് കൊടുക്കാനൊന്നും ഒക്കത്തില്ല. കുറച്ച് സമയമെടുത്ത് സാവകാശം പതുക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് ഇതേപോലെ ഒന്ന് റൗണ്ട് ആക്കി കൊടുക്കണം. നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് കയറി ഇറങ്ങിയൊക്കെ ആയിരിക്കും സ്റ്റോൺ ഇരിക്കുന്നത്. അപ്പോൾ അതിനെ ഉണങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി റൗണ്ടിൽ ആ മയിൽപ്പീലിയുടെ ചുറ്റും അതേ ഷേപ്പിൽ തന്നെ വരുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. സ്റ്റോൺ ചെയിൻ ഉണങ്ങിയതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഇനി ഈ മയിൽപ്പീലിയുടെ രണ്ട് സൈഡിലും നമ്മൾ ലെയേഴ്സ് വരച്ചു കൊടുക്കുക ചെയ്യേണ്ടത്. ഞാൻ ഈ ഒരു ഫിഗറാണ് വരയ്ക്കുന്നത്. സെൻറ്ററിലെ ആ ബ്ലാങ്ക് ആയിട്ട് കൊടുത്ത സ്ഥലത്താണ് ഇപ്പോൾ മയിൽപ്പീലി ഒട്ടിച്ചിരിക്കുന്നത്. രണ്ട് സൈഡിലും മുകളിലുമായിട്ട് ഈ ഒരു ലൈൻസ് വരച്ചു കൊടുക്കുക ചെയ്യേണ്ടത്. മയിൽപ്പീലിക്ക് മുകളിലായിട്ട് കാർബൺ പേപ്പറും ഡിസൈനും വെച്ച് കൊടുത്ത ശേഷം ആ ഡിസൈനിന് മുകളിലൂടെ ഇതേപോലെ വരച്ചു കൊടുക്കണം കേട്ടോ. ലൈൻസ് ഇതേപോലെ തന്നെ രണ്ട് സൈഡിലും കോപ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഈ സ്റ്റോൺ ചെയിനിന് ചുറ്റുമായിട്ട് ഒരു ലെയർ ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡും കർവ് ആയതുകൊണ്ട് തന്നെ സിംഗിൾ ബീഡ് സ്റ്റിച്ച് ആയിരിക്കണം കൊടുക്കേണ്ടത്. 2 ബീഡ്സോ 3 ബീഡ്സോ ഒന്നും ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യൽ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലോത്ത് റിമൂവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് ലൂസാവും. അതുകൊണ്ട് ഓരോ ബീഡ്സായിട്ടായിരിക്കണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ ഗ്യാപ്പ് ഇല്ലാതെ തന്നെ അടുപ്പിച്ച് ആ സ്റ്റോൺ ചെയിനിനോട് ചേർന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. താഴെ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് പോയിൻ്റ് വരുന്ന രീതിയിൽ എൻഡ് ചെയ്യണം. ഇനി താഴേക്കുള്ള ആ ഒരു സ്റ്റെം പാർട്ട് ജർദോസിയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നക്ഷി ജർദോസിയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ബ്രൗൺ കളറ് ആൻറ്റിക് ഷെയ്ഡിലുള്ള നക്ഷി ജർദോസിയാണ്. ഈ ജർദോസിക്ക് ചുറ്റുമായിട്ട് രണ്ട് സൈഡിലും ഗോൾഡൻ ജെറി ത്രെഡിൻ്റെ ബോർഡർ കൊടുക്കുന്നുണ്ട്. ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. രണ്ട് സൈഡിലുമുള്ള ലൈൻസിലും നമ്മൾ ജെറി ത്രെഡ് യൂസ് ചെയ്ത് ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് അറ്റത്ത് ഒരു ഷുഗർ ബീഡ് കൂടി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ ചെയ്യാൻ സെൻറ്ററിലെ മയിൽപ്പീലി ഒട്ടിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് ടഫായിട്ടുള്ളത്. അതായത് കുറച്ച് സമയം എടുത്ത് നമുക്ക് ചെയ്യേണ്ടത്.
അതുപോലെ കട്ട് ചെയ്യുന്നതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മയിൽപ്പീലിയുടെ സെൻറ്ററിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. പക്ഷേ മയിൽപ്പീലിയുടെ ചുറ്റും ബാക്കി ഗ്രീൻ കളറൊക്കെ വരുന്നില്ലേ, അപ്പോൾ അത് ആ ഓരോ ലെയറും നമുക്ക് മിസ്സാകാതെ കട്ട് ചെയ്തെടുക്കണം റൗണ്ടിൽ. പിന്നെ ഒട്ടിക്കുക എന്ന് പറയുന്നതും ഈസി ആയിട്ട് പറ്റുന്ന കാര്യമല്ല. ബാക്കി സ്റ്റിച്ചുകളെല്ലാം ഈസിയാണ്. ചെയിൻ സ്റ്റിച്ച് ബേസിക്കായിട്ട് പഠിക്കുന്നവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതുപോലെ സ്റ്റോൺ ചെയിനും നമ്മളിവിടെ സ്റ്റിച്ച് കൊടുക്കുന്നില്ല, ഒട്ടിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഡിസൈനാണ്. അതുപോലെ നമ്മുടെ ഓൺലൈൻ അരി വർക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അരി വർക്കിൻ്റെ ബേസിക് ടു അഡ്വാൻസ് ലെവൽ കോഴ്സ് അവൈലബിൾ ആണ്. 130 സ്റ്റിച്ചസ് ഉണ്ട്. സ്റ്റിച്ചസൊക്കെ റെക്കോർഡഡ് വീഡിയോസ് ആയിട്ടായിരിക്കും. വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് നമ്പർ സേവ് ചെയ്യാതെ ഡയറക്റ്റ് എൻക്വയറി ചെയ്യാൻ പറ്റും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് വേണേലും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇതാണ് കേട്ടോ സ്ലീവിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്